നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഒടുവിൽ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ആദ്യത്തെ വിജയം. സിംബാബ്വെക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരമാണ് ഇന്ത്യ 7 വിക്കറ്റിന് വിജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 125 റണ്ണാണ് എടുത്തത്. 7 വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺ എടുത്തു. അങ്ങനെ 7 വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കി. ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർ വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺ അടിച്ചു. 4 ഫോറും 4 സിക്സറും അടങ്ങുന്ന ആ ഇന്നിങ്സ് ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള ഇന്നിങ്സ് ആയിരുന്നു. എന്തായാലും 50 റൺ അടിച്ച ഉടനെ തന്നെ അദ്ദേഹം പുറത്തായി. പിന്നീട് ഇഷാൻ കിഷൻ 35-ഉം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 28 റണ്ണെടുത്ത് ശ്രേയസ് അയ്യർ 28 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. ഒപ്പം തിലക് വർമ്മ 6 റണ്ണുമായി പുറത്താകാതെ നിന്നിരുന്നു. നേരത്തെ ഇന്ത്യക്ക് വേണ്ടി മായങ്ക് യാദവും പ്രിൻസ് യാദവും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ ഉജ്ജ്വലമായി ബൗൾ ചെയ്തു. രവി ബിഷ്ണോയി 1 വിക്കറ്റ് വീഴ്ത്തി. ശിവം ദുബെ 1 വിക്കറ്റ് വീഴ്ത്തി. എന്തായാലും സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോയത്. ഒടുക്കം 125 എന്ന മാന്യമായ സ്കോറിലേക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ അവർ എത്തി. എന്നാൽ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ കരുത്തിനനുസരിച്ച് അതൊരു സ്കോറായിരുന്നില്ല. ഇന്ത്യ 13.2 ഓവറിൽ ആ സ്കോർ മറികടന്നു. അങ്ങനെ 2020 പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് പരമ്പരയിൽ മുന്നിലെത്തിയിരിക്കുന്നു. ശ്രേയസ് അയ്യർ ഇതിനു മുമ്പ് 7 2020 മത്സരങ്ങളിൽ നായകത്വം വഹിച്ച ശ്രേയസ് അയ്യറിന് ഇതുവരെയും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും പരമ്പരകൾ നഷ്ടമായിരുന്നു. എന്തായാലും ഇനി ശ്രേയസ് അയ്യറിനെ ആശ്വസിക്കാം. സിംബാബ്വെക്കെതിരായ ആദ്യ 2020 വിജയം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ ഇതാദ്യമായി ഇന്ത്യ ഒരു കളി ജയിച്ചിരിക്കുന്നു.